രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന കേസ് ഇന്ന് 3-ാം ദിവസമാണ്. അയാൾ ഒളിവിലാണ്, MLA ആണ്, ഒരു ജനപ്രതിനിധി ഇപ്പോഴും ഒളിവിൽ തുടരുന്നു എന്നുള്ളതാണ്. ജാമ്യാപേക്ഷയിൽ ഒപ്പിടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തും തിരുവനന്തപുരം വഞ്ചൂരിൽ എത്തിയ വാർത്ത പ്രേക്ഷകർ കണ്ടതാണ്. എങ്ങനെയാണ് അദ്ദേഹം വഞ്ചൂരിലേക്ക് എത്തിയത്? പാലക്കാട് നിന്നിരുന്ന വ്യക്തി പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയായിരുന്നു. എന്തായാലും അത് സംബന്ധിച്ചുള്ള നിർണായകമായ അപ്ഡേറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 2 വീലറിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും സുഹൃത്തും വഞ്ചൂരിലെത്തിയത് എന്ന നിർണായകമായ വിവരം ലഭിക്കുന്നു. ഹെൽമറ്റും മാസ്കും ധരിച്ചാണ് ഇരുവരും സഞ്ചരിച്ചത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് വഞ്ചൂരിൽ ഇരുവരും എത്തിയത്. വിവരങ്ങൾ നൽകി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ടതിന് ശേഷം വക്കീൽ ഓഫീസിൽ സമയം ചെലവഴിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് MS വീണയോട് ചോദിക്കാം. വീണ, വളരെ നിർണായകമായ അപ്ഡേറ്റ് ആണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തും വഞ്ചൂരിൽ 2 വീലറിൽ എത്തുന്നു. കൃത്യമായ പരിശോധന, ഹെൽമറ്റ് പരിശോധനയൊക്കെ നടക്കുന്ന നാടാണ്. സാധാരണക്കാർക്ക് കൃത്യമായ ഫൈനും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു MLAയും സുഹൃത്തും ലൈംഗിക പീഡന കേസിൽ പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ്. പക്ഷേ 3-ാം ദിവസവും വളരെ സുരക്ഷിതരായി എവിടെയോ കഴിയുന്നുണ്ട്. ഒരു MLA കണ്ടിട്ട് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണോ? എന്തായാലും വഞ്ചൂരിലെ വക്കീൽ ഓഫീസിൽ വളരെ സുരക്ഷിതരായി എത്തുന്നു. അവിടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ട ശേഷം അദ്ദേഹം മടങ്ങിയോ എന്താണ് എന്നുള്ള സ്ഥിതിയൊന്നും നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യമാണ്. പറയൂ വീണ, നമുക്ക് എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ച വിവരങ്ങൾ? രാഖി, ഏറ്റവും സുപ്രധാന വിവരങ്ങളാണ് ജനൻ TV ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ലൈംഗിക പീഡന പരാതിയിൽ രാഹുലിനായി കേരളത്തിൽ വല വിരിച്ചു എന്ന അന്വേഷണ സംഘം പറയുമ്പോൾ പോലും 3-ാം ദിനവും രാഹുൽ ഒളിമറയത്ത് തന്നെയാണ്. രാഹുലിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒളി സങ്കേതത്തിലാണ്. കേരളത്തിലുണ്ടോ എന്ന ചോദ്യത്തിനും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നൽകുവാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഈ ഒരു കേസ് ചാർജ് ചെയ്ത്, അതായത് അതിജീവിത പരാതി നൽകി അതിനുശേഷം അന്വേഷണം ആരംഭിച്ച് FIR ഇട്ടതിന് ശേഷം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് മണിക്കൂറുകൾക്കകം തന്നെ രാഹുൽ തിരുവനന്തപുരത്ത് എത്തുന്നു. തിരുവനന്തപുരത്ത് സുഹൃത്തിനൊപ്പമാണ് ഇരുചക്ര വാഹനത്തിലെത്തുന്നത്. ഇരുചക്ര വാഹനത്തിൽ വഞ്ചൂരിലെത്തി. വഞ്ചൂരിൽ നിന്ന് അവിടെ വക്കീൽ ഓഫീസിലെത്തി. തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നു. അതായത് 2 വീലറിലെത്തുന്നു. 2 വീലറിൽ ഹെൽമറ്റ് മാസ്ക് ധരിച്ചാണ് എത്തിയത്. കാരണം മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കണം എന്നുള്ള ചിന്ത രാഹുലിനും ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നാട്ടിലടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലടക്കം എവിടെ തിരിഞ്ഞാലും നിരീക്ഷണ ക്യാമറയുണ്ട്, CC ക്യാമറയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. രാഹുലിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു എന്ന അന്വേഷണ സംഘം പറയുമ്പോഴും ഒരു ക്യാമറയും രാഹുൽ പതിഞ്ഞില്ലേ എന്ന ചോദ്യം കൂടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ രക്ഷപ്പെട്ട് മണിക്കൂറുകൾ കഴിയുകയാണ്. ലുക്കൌട്ട് നോട്ടീസിന് പിന്നാലെ തന്നെ രാഹുൽ തലസ്ഥാനത്തെത്തി. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി 1 മണിക്കൂറോളം വഞ്ചൂരിൽ സമയം ചിലവഴിച്ചതിന് ശേഷമാണ് രാഹുൽ മടങ്ങിയത്. എന്നാൽ രാഹുലിനെ പിടികൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒളി സങ്കേതത്തിൽ നിന്ന് വഞ്ചൂരിലെത്തുന്നു. വഞ്ചൂരിലെത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് മടങ്ങിപ്പോകുന്നു. ആ 1 മണിക്കൂർ സമയം വഞ്ചൂരിൽ തന്നെ സമയം ചിലവഴിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഇങ്ങനെ എത്തിയിട്ട് പോലും രാഹുലിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പിടികൂടാത്തതിൽ പോലീസിന്റെ ഭാഗത്ത്, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ആ നിരീക്ഷണത്തിലടക്കം വീഴ്ച സംഭവിച്ചു എന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനും സാധിക്കും. കാരണം 3 ദിവസം കഴിയുന്നു പരാതി നൽകിയിട്ട്. കൃത്യമായ തെളിവുകൾ അതിജീവിതം നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം നൽകിയിട്ടുണ്ട്. ആ തെളിവുകളിലടക്കം രാഹുലിന്റെ പങ്ക് വ്യക്തമാക്കുന്നതുമാണ്. എങ്കിൽ പോലും രാഹുലിന് ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 3-ാം ദിവസമാകുന്നു. രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. രാഹുലിനായിട്ടുള്ള വല വിരിച്ചു എന്ന് പറയുന്നതല്ലാതെ രാഹുലിനെ പിടികൂടാനും സാധിക്കുന്നില്ല. കാരണം അതിജീവിത കൃത്യമായ തെളിവുകൾ നൽകിയിട്ടുണ്ട്. ക്രൂരമായ സമാനതകളില്ലാത്ത പീഡനങ്ങൾക്കാണ് യുവതിക്ക് രാഹുലിൽ നിന്ന് നേരിടേണ്ടി വന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ചയായിരിക്കും പരിഗണിക്കുക. ആ ബുധനാഴ്ച പരിഗണിക്കുന്നത് വരെ പോലീസിന് രാഹുലിനെ പിടിക്കുവാനുള്ള സമയമുണ്ട്. എന്നാൽ രാഹുലിനെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണത്തിലേക്ക് അടക്കം അന്വേഷണ സംഘം കടക്കുമ്പോൾ പോലും രാഹുലിന് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ നൽകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുക. കാരണം മണിക്കൂറുകൾ കഴിയുന്തോറും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളടക്കം നശിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം രാഹുലിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ രാഹുലിന് സുപ്രധാന നിമിഷങ്ങൾ കൂടിയാണ്. അതിനാൽ തന്നെ അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് കേരള പോലീസ് അടക്കം പ്രവർത്തിക്കുന്നതെന്ന് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വരും രാഹി. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വൈകുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. കാര്യം രാഹുൽ വന്നുപോയതിന്റെ കൃത്യമായ തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു. രാഹുൽ തിരുവനന്തപുരത്ത് എത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള
അന്വേഷണങ്ങൾ നടക്കേണ്ടതാണ്. ആ വാഹനം ആരുടേതാണ്, ഒപ്പം എത്തിയ സുഹൃത്ത് ആരുടേതാണ്, ഒപ്പം എത്തിയ സുഹൃത്ത് ആരാണ്, ആ സുഹൃത്തിനെ അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ കടക്കേണ്ടതാണ്. അത്തരത്തിൽ വാഹനമൊക്കെ പരിശോധിച്ച് ആ വാഹനത്തിന്റെ നമ്പറൊക്കെ എടുത്ത് അതൊക്കെ ശേഖരിച്ചുകൊണ്ടായ രാഹുലിനെ എത്രയും വേഗം പിടികൂടാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ അന്വേഷണം ഇപ്പോൾ മന്ദഗതിയിലാണ് പോകുന്നതെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും രാഖി. തീർച്ചയായും. കാരണം മൂന്നാം ദിവസമാണ് ഒരു MLA ലൈംഗിക ആരോപണമല്ല, ഇത് ലൈംഗിക പീഡന കേസായി കഴിഞ്ഞു. വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാണ് ഈ FIR-ലൊക്കെ പറയുന്നത്. ഇത്രയും ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു വിഷയത്തിൽ ഒരു MLA, നാട്ടുകാർക്കൊന്നും അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയൊന്നുമില്ല. നമ്മുടെ ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ വലിയ രീതിയിൽ ഘോരഘോരം പ്രസംഗിച്ചുള്ള വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ പോലീസിനെന്തോ അദ്ദേഹത്തെ തൊടാൻ ഇപ്പോഴും ഭയമാണ് എന്ന് തോന്നുന്നു. ഈ വീണ, നമുക്കൊരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിജീവിത കൃത്യമായ പരാതി നൽകാൻ പോകുന്നു എന്ന് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ അറിവുണ്ടായിരുന്ന കാര്യമാണ്. പോലീസ് ഇതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. നമ്മുടെ MLA സംബന്ധിച്ചിടത്തോളം കൃത്യമായ സോഴ്സ് പോലീസിലും ഉണ്ടാകും, അന്വേഷണ സംഘത്തിലും ഉണ്ടാകും. ഈ ഒരു പരാതി ലഭിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു സമയമൊക്കെ ചോദിച്ച് കൃത്യമായ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു മുന്നൊരുക്കം നമ്മുടെ പോലീസ് സംവിധാനത്തിൽ നിന്ന്, അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടായിരുന്നുവെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഒരു കസ്റ്റഡിയൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നത് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. അതുതന്നെയാണ് രാഹി. സ്ത്രീ സുരക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സർക്കാരൊക്കെയാണ്, മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ്, മന്ത്രിമാരൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. എന്നാൽ വാക്കൊരിടത്തും പ്രവൃത്തി ഒരിടത്തും എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 3 ദിവസം കഴിയുന്നു, കൃത്യമായ തെളിവുകൾ നൽകി അതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങളൊക്കെ മാധ്യമങ്ങളിലടക്കം പുറത്തു വന്നു. കേരള മനസാക്ഷി അടക്കം ഞെട്ടിച്ച സംഭവങ്ങളാണ് നമ്മൾ കണ്ടതും. അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരെ ഉയരുന്നുമുണ്ട് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടടക്കം എങ്കിലും, അതായത് അതൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണമെങ്കിൽ പോലും പോലീസിന് ആ നടപടികൾ വേഗത്തിലാക്കേണ്ടത്. എന്നാൽ സർക്കാർ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള പോലീസ് അടക്കം ഇപ്പോഴും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സൂചനകൾ വരുന്നു. കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന സൂചനകൾ പാലക്കാട് ഉണ്ട് എന്നുള്ളതാണ്. MLA ഓഫീസ് തുറന്നിട്ടുണ്ട്, രാഹുൽ ആ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് പറയുന്നുണ്ട്. ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്, രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യയുടെ സഹായമൊക്കെ കേരള പോലീസ് അന്വേഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് 3-ാം ദിവസവും ഉത്തരമില്ല എന്നുള്ളതാണ്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് MLA ആണ്, ആ MLA-യോട് തന്നെ കൂറ് കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ശക്തമായി പോകുന്നു, ലുക്കൌട്ട് നോട്ടീസ് പോകുന്നു. കേരളത്തിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും രാഹുലിനെ കണ്ടാൽ തിരിച്ചറിയാം. MLA ആയിരുന്ന സ്ഥാനത്താണ്, MLA ആയപ്പോഴാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും രാഹുലിന് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി റീലുകൾ ഇറങ്ങിയിട്ടുണ്ട്, നിരവധി വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. സമരമുഖങ്ങളിലടക്കം ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും പ്രസംഗം നടത്തുകയും ഒക്കെ രംഗത്തെത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. അതിനാൽ തന്നെ ഏത് വ്യക്തിക്കും കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ. അതിനാൽ തന്നെ രാഹുൽ ഏതോ ഒളിസങ്കേതത്തിലുണ്ട് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പോലീസിന് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനോട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലെ ഒരു MLA ആണ്, സുപരിചിതനാണ്, കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. അയാൾ തിരുവനന്തപുരത്ത് വന്നു പോയി എന്നതിന്റെ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വാഹനത്തിന്റെ നമ്പരോ സുഹൃത്തിന്റെ നമ്പരോ ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ രാഹുലിനെ പിടികൂടാൻ സാധിക്കുമായിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി കോടതി പരിഗണിക്കുന്ന സമയം വരെ രാഹുലിന് ഒളിഞ്ഞിരിക്കുവാനുള്ള അവസരം കൂടി അന്വേഷണ സംഘം നൽകുകയാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഈ ബലാത്സംഗം നടന്ന ഫ്ളാറ്റിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തിയാണ് മഹസർ തയ്യാറാക്കിയത്. പരാതിക്കാരിക്കൊപ്പമാണ് ഫ്ളാറ്റിൽ അന്വേഷണ സംഘം എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഫ്ളാറ്റിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പാലക്കാടും സമാനമായ രീതിയിൽ അവിടുത്തെ MLA-യുടെ ഫ്ളാറ്റിൽ അതിക്രൂരമായ ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ളത് യുവതിയുടെ പരാതിയിലുള്ള കാര്യമാണ്. അവിടെയും എത്തിയും മഹസർ തയ്യാറാക്കുമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ടല്ലോ. എപ്പോഴായിരുന്നു പരിശോധന? ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുന്നുണ്ടോ? വീണ പറയും.
രാഖി, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി നൽകുന്ന സമയത്ത് തന്നെ തനിക്ക് നേരിടേണ്ടി വന്ന രാഹുലിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂര പീഡനങ്ങളെക്കുറിച്ച് അതിജീവിത കൃത്യമായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തി മഹസർ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. ആ മഹസർ അടക്കം തയ്യാറാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവതിയും ഒപ്പം കൂട്ടിയാണ് അന്വേഷണ സംഘം അവിടെ എത്തിയത്. കാരണം യുവതി നൽകിയ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ സൗഹൃദം സോഷ്യൽ മീഡിയ വഴി ആരംഭിക്കുന്നു, അത് വിവാഹ വാഗ്ദാനം നൽകുന്നു, വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുന്നു, തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തുന്നു, ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, അതായത് ജീവിതം നശിപ്പിക്കുമെന്നടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക്, ലൈംഗിക പീഡനങ്ങൾക്ക് യുവതിക്ക് വിധേയയാകേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വന്നു. ആ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഫ്ളാറ്റിൽ, തിരുവനന്തപുരത്തെ ഒരു തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും പീഡനം നടന്നു എന്നുള്ള മൊഴികൾ കൃത്യമായി യുവതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയെ ഫ്ളാറ്റിൽ എത്തിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും തെളിവുകളും ഒക്കെ ശേഖരിച്ചിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി മഹസർ തയ്യാറാക്കുമെന്നുള്ളതാണ്. കാരണം ഇതിനുശേഷം പാലക്കാട്ടെ ഫ്ളാറ്റിലേക്കും കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് യുവതി മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം അവിടെ എത്തിച്ച് തെളിവുകൾ ശേഖരിക്കുന്നത്. ഇനി യുവതിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയുള്ള മൊഴിയെടുപ്പും നടക്കുമെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാഖി, അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അതിക്രൂരമായ സൈബർ ആക്രമണത്തിന് വിധേയായിക്കൊണ്ടിരിക്കുകയാണ് ആ അതിജീവിത. അവരുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തി അവരെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള, അല്ലെങ്കിൽ അവരെ കൂടുതൽ തകർക്കാനുള്ള ഒരു ഗൂഢ നീക്കം രാഹുൽ അനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നമുക്ക് കേട്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിൽ അവരുടെ ഐഡന്റിറ്റി പൊതുസമൂഹം തിരിച്ചറിയണമെന്ന രീതിയിൽ അവർ ഒരു കാരണവശാലും ഇനി മുന്നോട്ട് ജീവിക്കരുത് എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കം, അത് നമുക്ക് ഒരു കാരണവശാലും ഒരു ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഈ ഒരു വിഷയത്തിൽ പോലും നമ്മുടെ അന്വേഷണ സംഘത്തിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു നീക്കം നടക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് രാഖി, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് രാഹുലിന്റെ PR വർക്ക് വളരെ സജീവമാണ്. ആ PR വർക്കിന്റെ ഭാഗമായി തന്നെയാണ് പരാതി നൽകിയ അതിജീവിതയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ അതിക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന. പലതരത്തിലുള്ള ട്രോളുകൾ ഇറങ്ങുന്നു. മാത്രമല്ല അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങളും പല ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ കൂടി പല നേതാക്കളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായി PR വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. കാര്യം കൃത്യമായി മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിൽ അതിൽ നിന്ന് അതിജീവിച്ചുകൊണ്ടാണ് അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി നിയമ പോരാട്ടത്തിന് സധൈര്യം പോലീസിന്റെ മുമ്പിൽ എത്തുന്ന. ആദ്യം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു, അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ആ പരാതി എത്തുന്നു. വളരെയധികം ഗൗരവമുള്ള, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നീതി വേണമെന്നുള്ള അതിയായ ആ ഒരു സധൈര്യത്തിലാണ് യുവതി ആ ഒരു അന്വേഷണത്തിനും നിയമ പോരാട്ടത്തിനും ഒക്കെ ഇറങ്ങി തിരിച്ചത്. എന്നാൽ ആ ഒരു വീര്യം ചോർക്കുന്ന തരത്തിലുള്ള ശ്രമം തന്നെയാണ് രാഹുലിന്റെ PR വർക്കിന്റെ ഭാഗമായി നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ PR വർക്ക് നടക്കുന്നവരും പൊതുസമൂഹവും ഒക്കെ തിരിച്ചറിയാതെ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇക്കാര്യങ്ങളൊന്നും രാഹുൽ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ നിഷേധിക്കുന്ന കാര്യങ്ങളിലടക്കം യുവതി കൃത്യമായി തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഒരിക്കലും പറയുന്നില്ല ഈ പെൺകുട്ടിയെ അറിയില്ല എന്ന്. ഈ പെൺകുട്ടിയുമായി തനിക്ക് സൗഹൃദമുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ വഴിയുള്ള സൗഹൃദമായിരുന്നു എന്ന് രാഹുൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത്. വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു എന്നും യുവതി പറയുന്നുണ്ട്. മറുഭാഗത്ത് പറയുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് അടുത്തതെന്നടക്കം രാഹുൽ പറയുന്നുണ്ട്. അക്കാര്യങ്ങളടക്കം രാഹുൽ സമ്മതിക്കുന്നുമുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുമായി നടത്തിയ ശബ്ദ സന്ദേശത്തിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നതാണ്. ആ തെളിവുകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. രാഹുൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗർഭത്തിനടക്കം, അതായത് കുഞ്ഞു വേണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യുവതിയെ സമീപിക്കുന്നതും അതിനായി പ്രേരിപ്പിക്കുന്നതും ഒക്കെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും പൊതുസമൂഹമടക്കം അത് ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള PR വർക്കുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും യുവതിയെ മാനസികമായി തളർക്കുന്ന രീതിയിലുള്ള പ്രതികരണം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് കമന്റുകളായി വരുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുസമൂഹം, കേരള സമൂഹം എത്രയൊക്കെ ഉയർന്നു ചിന്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുമ്പോൾ പോലും ഇവിടെ വേട്ടയാടപ്പെടുന്ന അതിജീവിതയാണ്. അതിജീവിത നിയമ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അവർക്ക് നീതിയുടെ പരിരക്ഷ വേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ആ നിയമപരിധിയിൽ നിൽക്കുമ്പോൾ പോലും യുവതി കൃത്യമായിട്ട് തെളിവുകളടക്കം വന്നിട്ട് പോലും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം രാഹുലുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തെളിവുകൾ വന്നതിന് ശേഷമാണ് യുവതി നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും
അതിക്രൂരമായ സൈബർ ആക്രമണത്തിന് ആ പെൺകുട്ടി വിധേയായിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 3-ാം ദിനവും ഒളിവിലാണ്. ഒരു MLA കസേരയിലിരിക്കുന്ന ധാർമ്മികമായ ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിച്ചില്ല. ആ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ഒരു പെൺകുട്ടിയെ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. എന്തായാലും ഈ തലസ്ഥാനത്ത് അദ്ദേഹം എങ്ങനെയാണ് എത്തിയത്, എങ്ങനെ വക്കീൽ ഓഫീസിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട സാഹചര്യത്തിൽ പോലും എത്തി എന്നുള്ള വളരെ നിർണായകമായ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോയത്.